ഒരു 3 ലക്ഷം കുട്ടികളെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആസ്മയിൽ നിന്ന്. പല സ്ഥലത്തും പോയി ട്രീറ്റ് ചെയ്ത് കുളമാക്കി സാധനം. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ഇപ്പം ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നവരാണ്. എനിക്ക് അടുപ്പമുള്ള ഞാനിപ്പം അപ്പോൾ ഡോക്ടറെ എന്നെ വിളിച്ചു. ഞാനിപ്പം നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ള വേറൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MD ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ ആളാണ്. 30-ാം വയസ്സിൽ MD ഫസ്റ്റ് ബാച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ച് MD കഴിഞ്ഞതിന് ശേഷം കോട്ടയത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിയുടെ അമ്മയ്ക്ക് ആസ്മ ഉണ്ടായിരുന്നു. ആ ആസ്മ പുള്ളി പഠിച്ച് MD വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് ആസ്മ പോകുന്നില്ല. അതാണ് എത്ര പേർക്ക് ഇതിനൊക്കെ ധൈര്യം ഉണ്ടാകുമെന്ന് ആലോചിക്കുമ്പോൾ. പുള്ളി പഠിച്ച് MD വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് അമ്മയുടെ ആസ്മ കുറയുന്നില്ല. പുള്ളിക്ക് മനസ്സിലായി സംതിങ് ഈസ് മിസ്സിങ്, എവിടെയോ എന്തോ സാധനം ഈ സംഭവത്തിൽ കുറവുണ്ട്. പുള്ളി ജോലി രാജിവെച്ച് 30-ാം വയസ്സ് സാധാരണ അന്നത്തേക്ക് ഒരു ഡ്രീം ജോബാണ്. 30-ാം വയസ്സ് ജോലി രാജിവെച്ച് പുള്ളി ഇമ്മ്യൂണോതെറാപ്പി പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് ലണ്ടനിൽ പോയി ഹോമിയോപ്പതി ചെയ്തു, നേച്ചുറോപ്പതി ചെയ്തു, യോഗ ചെയ്തു, വാട്ടർ തെറാപ്പി പഠിച്ചു. ഇതെന്നിട്ട് ഇന്ന് അതായത് സത്യാന്വേഷണി ആണ് നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യാന്വേഷണം നടത്തി, ഇന്നും സത്യാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രോഗിയെ എങ്ങനെ രക്ഷപ്പെടുത്താം, അതായിരിക്കണം ഒരു നല്ല ഡോക്ടർ ചെയ്യുന്നത്. ഒരു രോഗിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഒരു ഡോക്ടർ ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുന്നവരാരാ ഇവിടെയുള്ളത്? ഒരു രോഗിയെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ഓർത്ത് വർക്ക് ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൂടെ 78 വയസ്സുണ്ട്, സ്റ്റിൽ വളരെ യങ്ങ. അപ്പോൾ ഞാനും അദ്ദേഹം കൂടി ഒന്നിച്ച് ജോയിൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് എനിക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, പുള്ളി ഇപ്പം അതാ എന്നെ വിളിച്ചത്, ഒരു മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്ത് പുള്ളിയുടെ, കാരണം കൂടുതൽ നിസ്സാര വളരെ കുറഞ്ഞ രൂപയ്ക്ക് ചികിത്സ ചെയ്യുന്നു, ആൾക്കാർ രക്ഷപ്പെടുന്നു. ഇവർക്കാണെങ്കിൽ ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റുമാണ്. അത് കൊച്ചുകുട്ടികളൊക്കെ പുള്ളി ഒരു 3 ലക്ഷം കുട്ടികളെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആസ്മയിൽ നിന്ന്. പല സ്ഥലത്തും പോയി ട്രീറ്റ് ചെയ്ത് കുളമാക്കി സാധനം. ഇപ്പോൾ എൻ്റെ അച്ഛന് ലങ്സിൻ്റെ ശ്വാസം മുട്ടലുണ്ടാകും. ലങ്സിൻ്റെ കപ്പാസിറ്റി 26% ഉണ്ടായിരുന്നു. ഒരു മാസത്തെ മരുന്ന് കൊടുത്തപ്പോൾ തന്നെ അത് കയറി വരുന്നത് നമ്മൾ നേരിട്ട് കാണുന്നത്. എന്ത് ഡിഫറൻസ് ആണെന്നറിയാം. അല്ല, ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ഒരു വിഭാഗം ഒരു കാര്യം മാത്രം പഠിച്ചിട്ട് ബാക്കിയുള്ളവനെ കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്ന എല്ലാവരും. ജൈവകൃഷിക്കാരും അതെ, ജാതി മതവും അതെ, ചികിത്സയിലും അതെ. ഇത് കാണുന്ന ഏതെങ്കിലും ഒരു മോഡേൺ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർ മറ്റവനെ കണ്ടാൽ ഓടിച്ചിട്ടടിക്കണം എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് അലോപ്പതിക്കാരാണോ മിണ്ടരുത്, അവരെ കണ്ടാൽ തല്ലണം എന്നാണ് മറ്റവർ പറയുന്നത്. ഇങ്ങനെ ഇവരെല്ലാം ഇന്ത്യ, പാകിസ്ഥാൻ, ചൈനയായിട്ട് നിന്നുകൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം? നമ്മളൊരു സാധാരണക്കാരനായെങ്കിലും ചെയ്യുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ മനുഷ്യന് സുഖം കിട്ടണം. അത് ആര് ചെയ്യുന്നോ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു ഇതാണ് ശരിയായിട്ടുള്ളത് നമുക്ക് തോന്നുന്നു. കാരണം അല്ലാതെ ഇവിടെ അലോപ്പതിയാണോ ബെസ്റ്റ്, ആയുർവേദമാണോ ബെസ്റ്റ്, മറ്റാണ് ഇവരുടെ യുദ്ധത്തിനിടെ രോഗിയുടെ ജീവൻ പോവുകയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.